ഹലോ അങ്ങനെ വാഴ 2 ഉണ്ട് കേട്ടോ. ബിപിൻ ദാസിന്റെ ജയജയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് അയാളുടെ റൈറ്റിംഗിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് വാഴ 1. വാഴ 2 ഒരു ആവറേജ് പടമായിട്ട് എനിക്ക് തോന്നുള്ളൂ കേട്ടോ. ഇമോഷൻസ് വർക്കൗട്ട് ആയെന്ന് വെച്ചാൽ ചില ഭാഗങ്ങളിൽ ഇമോഷൻസ് വർക്കൗട്ട് ആയി, പക്ഷെ ചില ഭാഗങ്ങൾ എനിക്ക് ലാഗ് ആയിട്ടാണ് തോന്നിയത്. ഫസ്റ്റ് ഹാഫിലാണെങ്കിലും സെക്കൻഡ് ഹാഫിലാണെങ്കിലും വൺ ടൈം വാച്ച് ആണെന്ന് വെച്ചാൽ വൺ ടൈം വാച്ച് ആണ്. പക്ഷെ വാഴ 1ന്റെ 7 അയലൊക്കത്ത് വന്നിട്ടില്ല വാഴ 2. അങ്കിത് മേനനാണ് മ്യൂസിക് തരക്കേടില്ലായിരുന്നു. പക്ഷെ വാഴ 1ൽ കുറേ നല്ല പാട്ടുകളും പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കുറച്ചും കൂടെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നി. പക്ഷേ ഇതിനകത്ത് എനിക്ക് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒത്തിരി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതിനകത്ത് കുറേ കാസ്റ്റ് ഉണ്ട്, പക്ഷേ ഹാഷിർ അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അലനും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബാക്കി കുറേ കാസ്റ്റുകൾ കാണിച്ചേക്കുന്നത് ആക്ടിംഗ് ഒന്നും എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ അതിനകത്ത് അജു വർഗീസ് ഉണ്ട്, വിജയ് ബാബു ഉണ്ട്. സ്കൂളിലെ കുറേ സീനുകൾ ഭയങ്കര റിപ്പീറ്റീവ് ആയിട്ട് തോന്നി എനിക്ക്. പിന്നെ ഹാഷിർ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അത് ഒത്തിരി അങ്ങോട്ട് കൂടുതലായെന്ന് എനിക്ക് തോന്നി. അങ്ങനെ കുറേ സീൻസ്. പിന്നെ എനിക്ക് ഈ പടത്തിനകത്ത് കുറേ വീഴ്ചകൾ തോന്നിയെന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കൂടെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പാർട്ടിലെ കുറേ ക്യാരക്ടേഴ്സിനെ ഇടയ്ക്കൊക്കെ ഒന്ന് കാണിക്കും. അതും അവിടെ എവിടെയൊക്കെ ഇരിക്കുന്നു. ഫോർ എക്സാമ്പിൾ നോബിളിനെ കാണിക്കുന്നുണ്ട്. ക്ലൈമാക്സ് ഒരു സീൻ അവരെ കണ്ടപ്പോഴത്തേക്ക് ചെറിയ സന്തോഷം ഉണ്ടായി. അതായത് വാഴ 1ലെ ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട് ക്ലൈമാക്സിൽ. പക്ഷേ ദൈവാധീനം കൊണ്ട് ഇവർ വാഴ 3 ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആ അമീൻ്റെ ഗ്യാങ് ഉണ്ടല്ലോ, അമീൻ്റെ ഗ്യാങ്ങുമായിട്ട് ഇവർ ഇനി വാഴ 3 എടുക്കുമെന്ന്. ഈ അവസ്ഥയാണെങ്കിൽ വാഴ 3 എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതിൽ തന്നെ നിങ്ങൾ ക്ലോസ് ചെയ്തത് വളരെ നന്നായി. ബിക്കോസ് കോമഡി ഒന്നും അങ്ങനെ അങ്ങോട്ട് വർക്കൗട്ട് ആയിട്ടില്ല. ചില കോമഡീസൊക്കെ കൊള്ളായിരുന്നു. ഹാഷിറിൻ്റെ കോമഡീസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ വേറെ ക്യാരക്ടേഴ്സൊക്കെ കുറച്ച് കോമഡി ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും വർക്കൗട്ട് ആവുന്നില്ല. അതുപോലെ നമ്മുടെ ബിജുക്കുട്ടൻ ഇതിലെ ഒരു ക്യാരക്ടറിൻ്റെ അപ്പനായിട്ടാണ് വിനായകൻ, എനിക്ക് തോന്നുന്നു വിനായകൻ്റെ അപ്പനായിട്ടാണ് കാണിച്ചേക്കുന്നത് ഇതിനകത്ത്. പക്ഷേ അവരുടെ തമ്മിലുള്ള ആ ഒരു ബോണ്ടേജോ ഫസ്റ്റ് പാർട്ടിൽ വാഴ ഫസ്റ്റിൽ ആ അപ്പനും മക്കളായിട്ടുള്ള ബോണ്ടേജിൽ നമുക്ക് ആ ഒരു ഇമോഷണലി ഞാൻ സത്യം പറഞ്ഞാൽ ചില സീനിലൊക്കെ എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വന്നു. ബിക്കോസ് അത്രയ്ക്ക് ഇമോഷൻസ് ആയിരുന്നു. മറ്റേ നമ്മുടെ ഇവനെ അടിക്കത്തില്ലേ, അസീസ് നെടുമങ്ങാട് അടിക്കത്തില്ലേ മറ്റേ അവരുടെ മോനെ, ആ സീനൊക്കെ ഇറ്റ്സ് വെരി ഇമോഷണൽ. പക്ഷേ ഇതിനകത്ത് അത്രയ്ക്ക് നമുക്ക് അങ്ങോട്ട് ഓർത്ത് വെക്കാനുള്ള ഒരു സീനും എനിക്ക് ഇതിനകത്ത് ഈ പടത്തിനകത്ത് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ നെഗറ്റീവ് പറയുമെന്ന് വിചാരിക്കേണ്ട, എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇറ്റ്സ് മൈ ഒപ്പീനിയൻ. പിന്നെ അതേപോലെ തന്നെ സുധീഷ് ആണെങ്കിലും സുധീഷിൻ്റെ ക്യാരക്ടറും കാണിച്ചേക്കുന്ന ഒരു വല്ലാത്തൊരു ക്യാരക്ടറാണ്, ഒരു വല്ലാത്തൊരു തന്തയുടെ ക്യാരക്ടറാണ് കാണിച്ചേക്കുന്നത്. ഇനി തന്തയുടെ ക്യാരക്ടേഴ്സിനെ ഇവിടെ കുറച്ച് താഴോട്ട് കാണിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ കുറച്ച്, അതായത് ബ്രദർ സിബ്ലിങ്സ് തമ്മിലുള്ള ആ ബോണ്ടേജ് ആണ് ഇവർ കൂടുതലും കാണിക്കാൻ നോക്കിയേക്കുന്നത്. പക്ഷേ അതങ്ങോട്ട് വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ 1-2 യൂട്യൂബേഴ്സ് ഉണ്ടാക്കി, അവരുടെ പേര് പോലും അറിഞ്ഞൂടെ. അവരുടെ പെർഫോമൻസും വലിയ മെച്ചമൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ പ്രേമത്തിലെ ഡയറക്ടർ അൽഫോൺസ് പുത്രൻ ഉണ്ടായിരുന്നു. അൽഫോൺസ് പുത്രൻ പോലീസുകാരനായിട്ട് ഹി വാസ് ഗുഡ്. കുറച്ച് ഡയലോഗേ ഉള്ളൂ, കുറച്ച് വന്ന് വെറുപ്പിക്കാതെ അങ്ങ് പോകുന്നുണ്ട്. വിജയ് ബാബുവിൻ്റെ ക്യാരക്ടർ കാണിച്ചിരിക്കുന്ന ഒരു കൂറ സാറായിട്ടാണ്, അതായത് എല്ലായിടത്തും പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സാറാണ്. ഇതിനകത്തൊരു സീനുണ്ട്, സുധീഷിന് നമ്മുടെ അലനെ സുന്നത്ത് നടത്തണം. അപ്പോൾ അതിന് ഇവർ കാണിച്ചേക്കുന്ന പണ്ടത്തെ ഒരു CD പ്ലെയറൊക്കെ കൊണ്ടുവെക്കുന്ന എൻ്റെ പൊന്ന്, അതൊക്കെ ഒന്ന് കാണണം. അതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല നമുക്ക്. അതൊക്കെ ഒരു ക്രിഞ്ചായിട്ടൊക്കെ തോന്നി ഇക്കാലത്തൊക്കെ അതിനെനിക്ക് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ. ഇത് പറഞ്ഞ കഥകളും പിന്നെ പണ്ട് സ്കൂളിൽ പഠിച്ച ആ കുറേ കാര്യങ്ങളൊക്കെയാണ്. ബട്ട് വാഴ 1ൽ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. നമുക്ക് നൊസ്റ്റാൾജിയ അതിനകത്ത് ദാറ്റ് വാസ് ന്യൂ അറ്റ് ദാറ്റ് ടൈം. ബട്ട് നൗ ഐ ഡോണ്ട് തിങ്ക് യാർ. പിന്നെ ഇതിനകത്ത് ചില റൊമാൻസ് ഒക്കെ കാണിച്ചേക്കുന്നത് ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട് യാർ, ഇറ്റ് റിയലി ഡിഡ്ന്റ് വർക്ക് ഔട്ട്. പിന്നെ ഫീമെയിൽ ക്യാരക്ടേഴ്സിന് ഒരു റെലവൻസും ഇല്ല ഇതിനകത്ത്. പിന്നെ വലിയ ഫീമെയിൽ ക്യാരക്ടേഴ്സായിട്ട് കിടിലമായിട്ട് അഭിനയിച്ചെന്ന് ആരും പറയാനും പറ്റത്തില്ല. ഹാഷിറിൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് അഭിനയിക്കുന്നതും ഒട്ടും അഭിനയം അറിയത്തില്ല. അതേപോലെ തന്നെ പക്ഷേ നമ്മുടെ അലൻ്റെ സിസ്റ്ററായിട്ട് അഭിനയിക്കുന്നത് ഷീ ഈസ് ഗുഡ്. അത്യാവശ്യം കുറച്ച് എക്സ്പ്രഷൻസും നുവാൻസസും ഒക്കെ ഉണ്ട്. പിന്നെ ഇവർ UK പോകുന്ന സീന്, അത് ദൈവമേ കുറേ സീനുകളുണ്ട് പറയണമെങ്കിൽ, പിന്നെ ഫുള്ള് സ്പോയിലറായി പോകും. UK പോയിട്ട് ലാസ്റ്റ് അവർക്ക് എന്താ സംഭവിക്കുന്നതെന്നോ, അവൻ വയ്യാതെ അവിടെ കിടക്കുന്നോ, അവൻ എന്ത് സംഭവിക്കുന്നോ ഒന്നും പറയുന്നില്ല പടത്തിനകത്ത്. ദർ ആർ ഫ്യൂ തിങ്സ് വിച്ച് ആർ അൺആൻസേർഡ്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് പോയി കാണണമെങ്കിൽ കാണാം. ബട്ട് ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഇറ്റ്സ് ആൻ OTT മൂവി. നിങ്ങൾക്ക് OTTയിലൊക്കെ വന്ന് വെയിറ്റ് ചെയ്ത് കാണാം. അതിനുള്ള പടമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വാഴ 1ലും വാഴ 2ലും വലിയ ഡിഫറൻസ് പറയാനില്ല. ചെറിയൊരു ഡിഫറൻസ് ഇത് മാത്രമേ പറയാനുള്ളൂ. ഫസ്റ്റ് പാർട്ടിൽ എന്താണ്, ഫസ്റ്റ് പാർട്ടിൽ അപ്പനും മോനുമായിട്ടുള്ള ബോണ്ടാണ് ലാസ്റ്റ് കാണിച്ചിരിക്കുന്നത്. സെക്കൻഡ് പാർട്ടിൽ സഹോദരന്മാരും അല്ലെങ്കിൽ സിബ്ലിങ്സുമായിട്ടുള്ള ഒരു ബോണ്ടാണ് ഇന്നത് കാണിച്ചത്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഈ സിനിമയ്ക്കകത്ത്. അപ്പോൾ ഒരു വൺ ടൈം വാച്ചായിട്ട് എനിക്ക് തോന്നിയത്. ഈ പടത്തിന് ഞാൻ 5-ൽ ഒരു 2.5 കൊടുക്കുന്നു. അപ്പോൾ ഇതേപോലെ റിവ്യൂ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ. മുംബൈ കാ മല്ലു ഫ്രം കൊച്ചി.